വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 7ാം ക്ലാസ്സിലെ ദി ആഷസ് ദാറ്റ് മെയ്ഡ് ട്രീസ് ബ്ലൂം എന്ന ലെസൻ്റെ 2ാം ഭാഗമാണ്. നമുക്ക് ലെസണിലേക്ക് പോകാം. നോട്ട് ലോങ് ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷം അധികം നാളായില്ല, ദ ഗുഡ് ഓൾഡ് മാൻ ഡ്രീംഡ് അഗെയിൻ, ആ നല്ലവനായ വൃദ്ധൻ സ്വപ്നം കണ്ടു. ഹി ഡ്രീംഡ് അഗെയിൻ, അയാൾ വീണ്ടും സ്വപ്നം കണ്ടു. ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ദ ഡോഗ് സ്പോക്ക് ടു ഹിം, ആ നായയുടെ ആത്മാവ് അദ്ദേഹത്തോട് സ്വപ്നത്തിൽ വന്ന് സംസാരിച്ചു. ദ സ്പിരിറ്റ് ഓഫ് ദ ഡോഗ് സ്പോക്ക് ടു ഹിം, സ്പിരിറ്റ് ഓഫ് ദ ഡോഗ്, നായയുടെ ആത്മാവ് അദ്ദേഹത്തോട് സംസാരിച്ചു. ടെല്ലിങ് ഹിം ഹൗ ദ വിക്കറ്റ് പീപ്പിൾ ഹാഡ് ടേൺ ദ മിൽ മെയ്ഡ് ഫ്രം ദ പൈൻ ട്രീസ്. എങ്ങനെയാണ് പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഹൗ ദ വിക്കറ്റ് പീപ്പിൾ, എങ്ങനെയാണ് ആ വിക്കറ്റായിരിക്കുന്ന ആൾക്കാർ, ആ മോശപ്പെട്ട മനുഷ്യർ, ഹാഡ്സ് ബേൺ ദ മിൽ മെയ്ഡ് ഫ്രം പൈൻ ട്രീ, പൈൻ ട്രീയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ആ മില്ല് എങ്ങനെയാണ് നശിപ്പിച്ചതെന്ന്, എങ്ങനെയാണ് കത്തിച്ചതെന്ന് ഈ ഡോഗിൻ്റെ ആത്മാവ് പറഞ്ഞു കൊടുത്തു. ടേക്ക് ദി ആഷസ് ഓഫ് ദ മിൽ, ഇനി എന്താ ചെയ്യേണ്ടത്? മില്ലിൻ്റെ ചാരമൊക്കെ എടുക്കണം. ആൻഡ് സ്പ്രിങ്കിൾ ദം ഓൺ ദി വിതേർഡ് ട്രീസ്, അത് വിതേർഡ് ട്രീസിൽ വിതറണം. ഉണങ്ങി വെറുതെ കരിഞ്ഞൊക്കെ നിൽക്കുന്ന മരങ്ങളിൽ അത് വിതറണം. ദെൻ ദേ വിൽ ബ്ലൂം അഗെയിൻ, അങ്ങനെ വരുമ്പോൾ വീണ്ടും പുഷ്പിക്കും. സെറ്റ് ദി ഡോഗ് സ്പിരിറ്റ്, അങ്ങനെയാണ് നായയുടെ ആത്മാവ് പറഞ്ഞത്. ദ ഓൾഡ് മാൻ എവേക്ക്, സ്വപ്നത്തിലാണ് അത് പറഞ്ഞത്. ഓൾഡ് മാൻ എവേക്ക്, വൃദ്ധൻ എഴുന്നേറ്റു, ഉണർന്നു. ആൻഡ് വെൻറ്റ് അറ്റ് വൺസ് ടു ഹിസ് വിക്കറ്റ് നെയ്ബേഴ്സ് ഹൗസ്, പെട്ടെന്ന് തന്നെ അടുത്തുള്ള വിക്കറ്റ് നെയ്ബറിൻ്റെ അല്ലെ മോശപ്പെട്ട സ്വഭാവമുള്ള നെയ്ബേഴ്സിൻ്റെ അടുക്കിലേക്ക് ചെന്നു, അയൽക്കാരുടെ അടുക്കിലേക്ക് ചെന്നു. വേർ ഹി ഫൗണ്ട് ദ മിസറബിൾ ഓൾഡ് പെയർ സിറ്റിംഗ് അറ്റ് ദി എഡ്ജ് ഓഫ് ദ സ്ക്വയർ ഫയർ പ്ലേസ്. അവിടെ നോക്കിയപ്പോൾ എന്താ കാണുന്നത്? ഹി ഫൗണ്ട് ദ മിസറബിൾ ഓൾഡ് പെയർ, പ്രായമൊക്കെ ചെന്നിച്ച് ബുദ്ധിമുട്ടൊക്കെ ഇരിക്കുന്ന, അതാ മിസറബിൾ എന്ന് പറയുന്നത്. ദേ വർ സിറ്റിംഗ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ സ്ക്വയർ ഫയർ പ്ലേസ്, അവരുടെ ഫയർ പ്ലേസിൻ്റെ നെരിപ്പോടിൻ്റെ, ചതുരത്തിലുള്ള നെരിപ്പോടിൻ്റെ അടുക്കൽ അവർ ഇരിപ്പുണ്ടേ. അറ്റ് ദ എഡ്ജ് ഓഫ് ദെയർ സ്ക്വയർ ഫയർ പ്ലേസ്, നെരിപ്പോടിൻ്റെ അരികിൽ അവർ ഇരിപ്പുണ്ട്. ഇൻ ദ മിഡിൽ ഓഫ് ദ ഫ്ലോർ, അതെങ്ങനെയാണ്? ഫ്ലോറിൻ്റെ നടുക്കാണ് നെരിപ്പോടുണ്ടാക്കുന്നത്, അതിൻ്റെ അടുക്ക് ഇരിപ്പുണ്ട്, തീ കായാനിരിക്കുക. സ്മോക്കിംഗ് ആൻഡ് സ്പിന്നിങ്, അവർ പുകവലിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സ്പിന്നിങ് നടത്തുന്നുമുണ്ട്, ചെറുക്കയിൽ നൂൽക്കുകയായിരിക്കാം. ഫ്രം ടൈം ടു ടൈം, ഇടയ്ക്കിടയ്ക്ക് ദ വാം ദർ ഹാൻഡ്സ്, അവർക്ക് അവരുടെ കൈ ചൂടാക്കി, നെരിപ്പോടിൻ്റെ അരികിലേക്ക് കൈ നീട്ടി കൈ ചൂടാക്കി. ആൻഡ് ഫീറ്റ്, കൈ മാത്രമല്ല കാലും അങ്ങനെ ചൂടാക്കി. ആൻഡ് ദേ വാംഡ് ദെയർ ഫീറ്റ് ആൻഡ് ഹാൻഡ്സ് വിത്ത് ദ ബ്ലേസ് ഫ്രം സം ബിറ്റ്സ് ഓഫ് ദ മിൽ, മില്ലിൻ്റെ കഷ്ണങ്ങളിൽ നിന്നുള്ള തീയിൽ അവർ കയ്യും കാലുമൊക്കെ ചൂടാക്കി. വൈൽ ബിഹൈൻഡ് ദം ലേ എ പൈൽ ഓഫ് ബ്രോക്കൺ പീസസ്, ആ സമയത്ത് അവരുടെ പുറകിൽ ദർ ലേ എ പൈൽ ഓഫ് ബ്രോക്കൺ പീസസ്, ഈ മില്ല് പൊട്ടിയ കഷ്ണങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട്, അത് കത്തിക്കാനൊക്കെ ഇട്ടിരിക്കുന്ന വിറക് കഷ്ണങ്ങളാണ്. ദ ഗുഡ് ഓൾഡ് മാൻ ഹംബ്ലി ആസ്ക്ഡ് ഫോർ ദ ആഷസ്, ആ പ്രായം ചെന്ന വൃദ്ധൻ, നല്ല മനുഷ്യൻ, അയാൾ എന്ത് ചെയ്തു? ഈ ഹംബ്ലി ആസ്ക്ഡ് ഫോർ ദ ആഷസ്, വളരെ ഹമ്പിളായിട്ട് ചോദിച്ചു, വിനയത്തോടെ ചോദിച്ചു. എന്താ ചോദിച്ചത്? ഫോർ ദ ആഷസ്, എനിക്കതിൻ്റെ കുറച്ച് ചാരം തരാമോ എന്നാണ് ചോദിച്ചത്. ദോ ദ കവറ്റസ് പീപ്പിൾ ടേൺ ദർ നോസസ് അറ്റ് ദം, പക്ഷേ അവരെന്ത് ചെയ്തു? അവർ ഇയാളുടെ നേരെ നല്ല സ്വഭാവം കാണിച്ചില്ല. ദ കവറ്റസ് പീപ്പിൾ, അത്യാർത്ഥിക്കാരെ അവരുണ്ടല്ലോ, ടേൺഡ് അപ്പ് ദർ നോസസ് അറ്റ് ഹിം ആൻഡ് സ്കോൾഡ് ഹിം ആസ് ഇഫ് ഹി വർ എ തീഫ്, വന്ന് കയറിയ പോയാലെ ആട്ടി ഓടിക്കുന്ന പോലെയാണ്. സ്കോൾഡ് അറ്റ് ഹിം, വഴക്കും പറഞ്ഞു. ആസ് ഇഫ് ഹി വേർ എ തീഫ്, ഒരു കള്ളനോട് കയറി ചെന്നാൽ എങ്ങനെ പെരുമാറുന്നു അതുപോലെ വഴക്കൊക്കെ പറഞ്ഞാണ് വിട്ടത്. ദ ലെറ്റ് ഹിം ഫിൽ ഹിസ് ബാസ്ക്കറ്റ് വിത്ത് ഹിസ് ആഷസ്, ബാസ്ക്കറ്റ് കൊണ്ടുവരുന്നത്, അതായത് ഇതിൽ ആഷസൊക്കെ എടുക്കാൻ സമ്മതിച്ചു. ലെറ്റ് ഹിം ഫിൽ ഹിസ് ബാസ്ക്കറ്റ് വിത്ത് ദ ആഷസ്, ചാരമൊക്കെ വാരിക്കൊണ്ട് പൊക്കോളാൻ പറഞ്ഞു, അതൊക്കെ വാരി എടുക്കാൻ അനുവദിച്ചു. ഓൺ കമ്മിങ് ഹോം, വീട്ടിൽ വന്നപ്പോഴുണ്ടല്ലോ, ദ ഓൾഡ് മാൻ ടുക്ക് ഹിസ് വൈഫ് ഇൻ ടു ദ ഗാർഡൻ, വൃദ്ധൻ എന്ത് ചെയ്തു? തൻ്റെ ഭാര്യനെയും കൊണ്ടുപോയി, ഗാർഡനിൽ കൊണ്ടുപോയി. ഇറ്റ് ബീയിങ് വിൻ്റർ, അത് തണുപ്പ് കാലമായിരുന്നേ. ദെയർ ഫേവററ്റ് ചെറി ട്രീ വാസ് ബെയർ, അവരുടെ ഇഷ്ടമുള്ള ചെറി ട്രീയിൽ വെറുതെ നിൽക്കുക, ഒരു ബെയറായിട്ട് നിൽക്കുക, ഒന്നുമില്ലാതെ, ഒരു ഇലയോ പൂവോ ഒന്നും ഇല്ലാതെ നിൽക്കുകയായിരുന്നു. ഈ സ്പ്രിങ്കിൾഡ് എ പിഞ്ച് ഓഫ് ആഷസ് ഓൺ ഇറ്റ്, അവർ ഒരു ശകലം, ഒരു നുള്ള്, എ പിഞ്ച് ഓഫ് ആഷസ് ഓൺ ഇറ്റ്, അത് ഒരു നുള്ള് ചാരമിട്ടു. ആൻഡ് ലൂ ഇറ്റ്സ് എ സ്പ്രൗട്ടഡ് ബ്ലോസംസ്, പെട്ടെന്ന് കണ്ടത് പൂക്കളൊക്കെ വന്നു. അണ്ടിൽ ഇറ്റ് ബിക്കെയിം എ ക്ലൗഡ് ഓഫ് പിങ്ക് ബ്ലൂംസ്, പെട്ടെന്ന് നോത്ത പിങ്ക് നിറത്തിലുള്ള പൂക്കളായി. വിച്ച് പെർഫ്യൂംഡ് ദ എയർ, ഇത് വായുവിൽ നല്ല വാസന വരുത്തിയത്, നല്ല സുഗന്ധം വരുത്തി അതിൻ്റെ പൂക്കൾ.
ദ ന്യൂസ് ഓഫ് ദിസ് ഫിൽ ദ വില്ലേജ്. ഇതിൻ്റെ വാർത്ത എല്ലായിടത്തും പരന്നു. ആൻഡ് എവരി വൺ റാൻ ഔട്ട് ടു സീ ദ വണ്ടർ. എല്ലാവരും അത്ഭുതം കാണാൻ ഓടി. ദ കവറ്റസ് പീപ്പിൾ ഓൾസോ ഹാർഡ് ദ സ്റ്റോറി. ഈ കഥ ഉടനെ ആ കവറ്റസ് ആയിരിക്കുന്ന ആൾക്കാർ, അത്യാർത്ഥിക്കാരായ അവരും കേട്ടു. ആൻഡ് ഗാദറിങ് അപ്പ് ദർ റിമൈനിങ് ആഷസ്. ബാക്കിയുള്ള ആഷസൊക്കെ അവരും കളക്ട് ചെയ്തു. മില്ലിൻ്റെ ബാക്കിയുള്ള ആഷസൊക്കെ അവരും കളക്ട് ചെയ്തു. കെപ് ദം ടു മേക്ക് വിതേർഡ് ട്രീസ് ബ്ലോസം. അതും വിതേർഡ് ട്രീസ് ബ്ലോസം ചെയ്യാൻ അവർ സൂക്ഷിച്ചു. എന്താണ്, അങ്ങനെ പൂക്കളൊന്നും ഇല്ലാതെ ഇലയൊക്കെ കൊഴിഞ്ഞിരിക്കുന്ന മരങ്ങൾ വിതറിയാൽ അത് പൂക്കുമല്ലോ എന്ന് ഓർത്ത് അവരും അത് സൂക്ഷിച്ചു വെച്ചു. ദ കൈൻഡ് ഓൾഡ് മാൻ ബൈ ഹിയറിങ് ദാറ്റ് ഹിസ് ലോഡ്. ദ കൈൻഡ് ഓൾഡ് മാൻ, ആ നല്ല മനുഷ്യൻ, ഹിയറിങ് ദാറ്റ് ലോഡ് ദ ഡൈമോ വാസ് ടു പാസ് അലോങ് ദ ഹൈ റോഡ് നിയർ ദി. അപ്പോൾ ഇതെല്ലാം കേട്ടു. എന്താ കേട്ടത്? അവിടുത്തെ ഡൈമോ വരുന്നുണ്ട്, അദ്ദേഹം പാസ് ചെയ്യുന്നത് ഹൈ റോഡിൽ കൂടിയാണ്. നിയർ ദ വില്ലേജ്, ഗ്രാമത്തിൻ്റെ അടുത്തൂടെ. ഹി സെറ്റ് ഔട്ട് ടു സീ ഹിം. അയാൾ യാത്ര പുറപ്പെട്ടു ഡൈമോയെ കാണാനായിട്ട്. ടേക്കിംഗ് ഹിസ് ബാസ്ക്കറ്റ് ഓഫ് ആഷസ്. വെറുതെ പോയില്ല, കയ്യിൽ ആ ചാരം അടങ്ങിയ കുട്ടയും കരുതി. ആസ് ദ ട്രെയിൻ അപ്രോച്ച്, അവരുടെ പ്രൊസഷൻ സമീപിച്ചു. ട്രെയിൻ മീൻസ് എ പ്രൊസഷൻ, അവരുടെ എഴുന്നള്ളത്തൊക്കെ വന്നപ്പോഴേ ഹി ക്ലൈംഡ് അപ് ടു ആൻ ഓൾഡ് വിതൗട്ട് ചെറി ട്രീ. അടുത്തുണ്ടായിരുന്നൊരു വലിയ പ്രായം ചെന്ന ഒരു ചെറിയ ട്രീയിലോട്ട് അയാൾ കയറി. ദറ്റ് സ്റ്റുഡ് ബൈ ദ വേ സൈഡ്. അതെവിടെ നിന്നത്? ദറ്റ് സ്റ്റുഡ് ബൈ ദ വേ സൈഡ്, റോഡ് സൈഡിൽ നിന്നിരുന്ന ആ വിതൗട്ട് ചെറിയ ട്രീയിൽ അദ്ദേഹം കയറി. നൗ ഇൻ ദ ഡേയ്സ് ഓഫ് ഡൈമോസ്, ആ ജന്മികളുടെ ആ കാലഘട്ടത്തിൽ, ഇറ്റ് വാസ് ദ കസ്റ്റം, ഇതായിരുന്നു രീതി. വെൻ ദ ലോഡ് പാസ് ബൈ, അവരുടെ യജമാനൻ അവരുടെ കടന്നു പോകുമ്പോൾ, അവരുടെ പ്രഭു അവരുടെ കടന്നു പോകുമ്പോൾ, ഫോർ ഓൾ ദ ലോയൽ പീപ്പിൾ ടു ഷട്ട് അപ്പ് ദർ ഹൈ വിൻഡോസ്. എല്ലാ കൂറുള്ള ആൾക്കാരും, അദ്ദേഹത്തോട് ബഹുമാനവും നന്ദിയുള്ള ആൾക്കാർ അവരുടെ ജനലെല്ലാം അടച്ച് വെക്കും. ഹൈ വിൻഡോസൊക്കെ ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് നോക്കാതിരിക്കാനാണ്. ദേ ഈവൻ പേസ്റ്റഡ് ദം ഫാസ്റ്റ് വിത്ത് ദ സ്ലിപ്പ് ഓഫ് പേപ്പർ. അവരെന്ത് ചെയ്യും? ദേ ഈവൻ പേസ്റ്റഡ് ദം ഫാസ്റ്റ് വിത്ത് ദ സ്ലിപ്പ് ഓഫ് പേപ്പർ. ചിലപ്പോൾ ജനലിൻ്റെ ഇവിടെ ചേർത്ത് വെച്ച് കടലാസുകൾ ഒട്ടിച്ച് വെക്കും, പേപ്പർ ഒട്ടിക്കും. സോ ആസ് നോട്ട് ടു കമ്മിറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലുക്കിംഗ് ഡൗൺ ഓൺ ഹിസ് ലോഡ്ഷിപ്പ്. എന്തിനു വേണ്ട? മുകളിൽ നിന്ന് താഴേക്ക് നോക്കി പ്രഭുവിനെ കാണുന്ന അധികാരം ഒഴിവാക്കാനായിട്ടാണ്. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് ഒരിക്കലും നോക്കി പ്രഭുവിനെ കാണരുതെന്ന് അവർ കരുതിയിരുന്നു. അതൊരു ധിക്കാരമായിട്ടാണ് അവർ കരുതിയിരുന്നത്. അതുകൊണ്ട് അവർ ജനലങ്ങ് പേസ്റ്റ് ചെയ്ത് വെക്കും പേപ്പർ വെച്ച്. ഓൾ ദ പീപ്പിൾ അലോങ് ദ റോഡ് വുഡ് ഫോൾ അപ്പോൺ ദർ ഹാൻഡ്സ് ആൻഡ് നീസ്. എല്ലാ ആൾക്കാരും റോഡിലുള്ളവർ കൈകാലുകൾ കുത്തി നിൽക്കുന്നിടത്ത് നാലുകാലം നിൽക്കും, അല്ലേ? നല്ല പരിപാടിയാണ്. ഫോൾ അപ്പോൺ ദർ ഹാൻഡ്സ് ആൻഡ് നീസ്, എല്ലാവരും മുട്ടുകുത്തി നിൽക്കും. ആൻഡ് റിമെയിൻ പ്രൊസ്ട്രേറ്റ് അപ്പോൺ ദ പ്രൊസഷൻ പാസ്റ്റ് ബൈ. അത് പോകുന്നിടം വരെ നിലത്തെ സാഷ്ടാംഗം പ്രണമിച്ച് കിടക്കും. അപ്പോൾ അവർ പോകുന്നിടം വരെ, ഈ പ്രഭുവിൻ്റെ ഈ ഡൈമോയുടെ ഈ പ്രൊസഷൻ പോകുന്നിടം വരെ അവർ മുട്ടേക്കുത്തി നിൽക്കുകയും സാഷ്ടാംഗം പ്രണമിച്ച് കിടക്കുകയും ചെയ്യും. അത് ഇത്രയ്ക്ക് ബഹുമാനമാണ് അവർ കാണിക്കുന്നത്. ദ ട്രെയിൻ ഡ്രൂ നിയർ. അവരുടെ പ്രൊസഷൻ അടുത്ത് വന്നു. വൺ ടോൾഡ് കമ്പീറ്റൻ്റ് മാൻ മാർച്ച് ദ ഹെഡ്. അപ്പോൾ മുന്നേ ഏറ്റവും കമ്പീറ്റൻ്റ് ആയിരിക്കുന്ന ഒരാൾ, അർഹതയുള്ള ഒരാളെന്നല്ല, ഒരാൾ കമ്പീറ്റൻ്റ് മാൻസ്, അർഹതപ്പെട്ട ഒരാൾ, മാർച്ച് ദ ഹെഡ്സ്, മുന്നേ കൊണ്ട് മാർച്ച് ചെയ്തു വന്നു. ക്രൈയിങ് ഔട്ട് ദ പീപ്പിൾ ടു ബൈ ദ വേ. ആൾക്കാരോട് പറഞ്ഞു ഗെറ്റ് ഡൗൺ ഓൺ ദർ നീസ്. എല്ലാവരും മുട്ടുകുത്തി നിൽക്കാൻ പറഞ്ഞു. ഗെറ്റ് ഡൗൺ ഓൺ യുവർ നീസ്, എല്ലാവരും മുട്ടുകുത്തിക്കോളൂ. എവരി വൺ നീൽഡ് ഡൗൺ വൈൽ ദ പ്രൊസഷൻ വാസ് പാസിങ്. എല്ലാവരും മുട്ടുകുത്തിയിരുന്നു ഇത് പ്രൊസഷൻ പോകുമ്പോൾ. സഡൻലി ദ ലീഡർ ഓഫ് ദ വാൻ കോട്ട് സൈറ്റ് ഓഫ് ദ ഏജ്ഡ് മാൻ അപ്പ് ഇൻ ദ ട്രീ. പെട്ടെന്ന് ലീഡർ കണ്ടു. സഡൻലി ദ ലീഡർ ഓഫ് ദ വാൻ്റെ ലീഡർ കോട്ട് സൈറ്റ് ഓഫ് ദ ഏജ്ഡ് മാൻ അപ്പ് ഇൻ ദ ട്രീ. മരത്തിലൊരാൾ നിൽക്കുന്നത് ഈ വാൻ്റെ ലീഡർ കണ്ടു. ഹി വാസ് അബൌട്ട് ടു കോൾ ഔട്ട് ഹിം ഇൻ എൻ ആംഗ്രി ടോൺ. വിളിച്ചൊന്ന് കൂവാൻ തോന്നിയതാണ്, ഇറങ്ങണ താഴെയെന്ന്. ഹി വാസ് അബൌട്ട് ടു കോൾ ഔട്ട് ഹിം ഇൻ എൻ ആംഗ്രി ടോൺ. ആംഗ്രി ടോണിൽ വിളിച്ചൊന്ന് പറയാൻ ഓർത്തതാണ്. ബട്ട് സീയിങ് ഹി വാസ് സച്ച് എൻ ഓൾഡ് ഫെലോ. പക്ഷേ കണ്ടു ഇയാളൊരു വൃദ്ധനാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഹി പ്രിറ്റൻഡഡ് നോട്ട് ടു നോട്ടീസ് ഹിം ആൻഡ് ഹിം പാസ്ഡ് ഹിം ബൈ. അയാൾ അവിടെ ഉണ്ടെന്ന് തോന്നിക്കാനായിട്ട് വിചാരിച്ചില്ല. ഹി പ്രിറ്റൻഡഡ് നോട്ട് നോട്ടീസ് ഹിം പാസ്ഡ് ഹിം ബൈ. അയാളെ നോട്ടീസ് ചെയ്യാതെ, അയാളെ ശ്രദ്ധിക്കാതെ അങ്ങ് കടന്നുപോയി. സോ വെൻ ദ ഡൈമോസ് പലാക്വിൻ ഡ്രൂ നിയർ. പിന്നെ ആ ഡൈമോയുടെ പല്ലാക്വിൻ മീൻസ് പല്ലക്ക്, ആ പല്ലക്ക് അടുക്ക വന്നപ്പോൾ ഉണ്ടല്ലോ, ദ ഓൾഡ് മാൻ ടേക്കിംഗ് എ പിഞ്ച് ഓഫ് ആഷസ്. കയ്യിൽ ശകലം ഒരു പിഞ്ച് ഓഫ് ആഷസ് എടുത്തു. ഫ്രം ഹിസ് ബാസ്ക്കറ്റിൽ നിന്ന് ഒരു പിഞ്ച് ഓഫ്
അല്പം ഒരു നുള്ള് ചാരമെടുത്തു. സ്കാറ്റേഡ് ഇറ്റ് ഓവർ ദ ട്രീ, മരത്തിലോട്ട് വിതറി, പെട്ടെന്ന് മരത്തിലോട്ട് വിതറി. ഇൻ എ മൊമെൻറ്റ് ഇറ്റ് ബേസ്റ്റ് ഇൻ ടു ബ്ലോസം, പെട്ടെന്ന് അതങ്ങ് പൂവണിഞ്ഞു. ആ മരം പെട്ടെന്ന് പൂവണിഞ്ഞു. ദ ഡിലൈറ്റഡ് ഡെയ്മോ ഓർഡേഡ് ദ ട്രെയിൻ ടു ബി സ്റ്റോപ്ഡ്. ഡെയ്മോയെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. ദ ഡിലൈറ്റഡ് ഡെയ്മോ ഓർഡേഡ് ദ ട്രെയിൻ ടു ബി സ്റ്റോപ്ഡ്. അദ്ദേഹം പറഞ്ഞു ഈ പറയുന്ന പരിവാരങ്ങളെല്ലാം അവിടെ നിൽക്കട്ടെന്ന് പറഞ്ഞു. എല്ലാവരും അവിടെ നിന്നു, അവരുടെ എഴുന്നള്ളത്ത് അവിടെ നിന്നു. ആൻഡ് ഗോട്ട് ഔട്ട് ടു സീ ദ വണ്ടർ. പെട്ടെന്ന് ഇറങ്ങി നോക്കി, അയ്യോ എന്തൊരു കാര്യമായിപ്പോയി, ഇതേ മരം പൂവണിഞ്ഞ് നിൽക്കുന്നു. പെട്ടെന്ന് കോളിംഗ് ദ ഓൾഡ് മാൻ ടു ഹിം, അതുണ്ടായിരുന്ന ആളെ വിളിച്ചു. ഹി താങ്ക്ഡ് ഹിം, അയാളുടെ നന്ദി പറഞ്ഞു. ആൻഡ് ഓർഡേർഡ് പ്രസൻസ് ഓഫ് സിൽക്ക് റോബ്സ്, ഒരുപാട് സിൽക്ക് വസ്ത്രങ്ങൾ കൊടുത്തു, സ്പോഞ്ച് കേക്ക് കൊടുത്തു. ഫാൻസ് ആൻഡ് അതർ റിവാർഡ്സ് ടു ബി ഗിവൺ ഹെം, അതുപോലെ ഫാനും വിശറിയൊക്കെ കൊടുത്തു. ഹീ ഈവൻ ഇൻവൈറ്റഡ് ഹിം ടു ഹിസ് കാസിൽ, തൻ്റെ കൊട്ടാരത്തിലേക്ക് ഇദ്ദേഹത്തെ ക്ഷണിക്കുക പോലും കൂടെ ചെയ്തു. സോ ദ ഓൾഡ് മാൻ വെൻറ്റ് ഗ്ലീഫുള്ളി, അതുകൊണ്ട് എന്ത് ചെയ്തു, ഈ വൃദ്ധൻ വളരെ സന്തോഷത്തോടെ പോയി. ഗ്ലീഫുള്ളിയാണ്. ഹീ വെൻറ്റ് ഗ്ലീഫുള്ളി ഹോം ടു ഷെയർ ഹിസ് ജോയ് വിത്ത് ഹിസ് ഡിയർ ഓൾഡ് വൈഫ്, തൻ്റെ ഡിയർ ഓൾഡ് വൈഫിനോട് സന്തോഷമൊക്കെ പങ്കുവയ്ക്കാൻ വേഗം പോയി. ബട്ട് വെൻ ദ ഗ്രീഡി നെയ്ബർ ഹേർഡ് ഓഫ് ഇറ്റ്, പക്ഷേ ആർത്തിക്കാരനായ അയൽക്കാരൻ ഇതിനെപ്പറ്റി കേട്ടപ്പോണ്ടല്ലോ, ഹി ടുക്ക് സം ഓഫ് ദ മാജിക് ആഷസ്, അദ്ദേഹം ഈ മാജിക് ആഷസ് കുറച്ചങ്ങ് വാരിയെടുത്തു. ആൻഡ് വെൻറ്റ് ഔട്ട് ഓൺ ദ ഹൈവേ, എന്നിട്ട് ഹൈവേയിലേക്ക് പോയി. ദർ ഹി വെയിറ്റഡ് അണ്ടിൽ ദ ഡെയ്മോസ് ട്രെയിൻ കെയിം അലോങ്, അവിടെ കാത്തു നിന്നു ഡെയ്മോയുടെ ആ പ്രൊസഷൻ വരുന്നത് വരെ. ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് നീലിംഗ് ഡൗൺ, അദ്ദേഹത്തെ കണ്ടപ്പോൾ അവിടെ മുട്ടുകുത്തി നിൽക്കുന്നതിന് പകരം ആരെ മുട്ടുകുത്തി നിൽക്കുന്നത്? ഇൻസ്റ്റെഡ് ഓഫ് നീലിംഗ് ഡൗൺ ലൈക്ക് ദ ക്രൗഡ്, ജനങ്ങൾ അവിടെ മുട്ടുകുത്തുന്നുണ്ട്. അതിന് പകരം ഹേ ക്ലൈംഡ് എ വിതേർഡ് ചെറി ട്രീ, അയാളൊരു വിതേർഡ് ചെറി ട്രീയിലോട്ട് കയറി. വെൻ ദ ഡെയ്മോ ഹിംസെൽഫ് വാസ് ഓൾമോസ്റ്റ് ഡയറക്ട്ലി അണ്ടർ ഹിം, അയാളുടെ താഴെ വന്നു ഡെയ്മോ. വെൻ ദ ഡെയ്മോ ഹിംസെൽഫ് വാസ് ഓൾമോസ്റ്റ് ഡയറക്ട്ലി അണ്ടർ ഹിം, തൊട്ട് താഴെ ഡെയ്മോ വന്നപ്പോഴുണ്ടല്ലോ, ഹി ത്രൂ എ ഹാൻഡ്ഫുൾ ഓഫ് ആഷസ് ഓവർ ദി ട്രീ, ഒരു കൈപ്പിടി നിറയെ ചാരം വാരിയെടുത്ത് മരത്തിലോട്ടെറിഞ്ഞു. വിച്ച് ഇറ്റ് നോട്ട് ചേഞ്ച് എ പാർട്ടിക്കിൾ, അതൊരു അണുപോലും വ്യത്യാസം ഉണ്ടാക്കിയില്ല മരത്തിൽ. ദ wind blew the fine dust into the noses and eyes of the ഡെയ്മോ ആൻഡ് ഹിസ് വൈഫ്. അതെന്ത് ചെയ്തു, അത് ആ പൊടിയെല്ലാം ഡെയ്മോയുടെയും വൈഫിൻ്റെയും മൂക്കിലും കണ്ണിലും ഒക്കെ വീണു. സച്ച് എ സ്നീസിങ് ആൻഡ് ചോക്കിങ്, ആണല്ലോ തുമ്മലായി, ശ്വാസമുട്ടലായി. സ്പോയിൽഡ് ഓൾ ദ പോംബ് ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ദി പ്രൊസഷൻ, അതാ അതിൻ്റെ ആ പറയുന്ന ആ എഴുന്നള്ളത്തിൻ്റെ അന്തസ്സും അതിൻ്റെ ആഡംബരമൊക്കെ അങ്ങ് ഇല്ലാതാക്കി. ദ മാൻ ഹൂസ് ബിസിനസ് വാസ് ടു ക്രൈ, ഒരാളവിടെ വിളിച്ചു പറഞ്ഞ് നടക്കുന്നല്ലോ, താഴെയിറങ്ങാനൊക്കെ പറയുന്ന നടക്കുന്ന ആൾ. ഗെറ്റ് ഡൗൺ ഓൺ യുവർ നീസ് എന്ന് വിളിച്ചു പറയുന്ന ആൾ. ദ മാൻ ഹൂസ് ബിസിനസ് വാസ് ടു ക്രൈ ഗെറ്റ് ഡൗൺ ഓൺ യുവർ നീസ്, എല്ലാവരും മുട്ടുകുത്തിന്നോളൂ എന്ന് പറയുന്ന ആൾ. സീസ് ദ ഓൾഡ് ഫൂൾ ബൈ ദ കോളർ, ഈ ഓൾഡ് ഫൂളിനെ കോളറെ പിടിച്ച് താഴെ വലിച്ചു. ഡ്രാഗ്ഡ് ഹിം ഫ്രം ദ ട്രീസ്, മരത്തിൽ നിന്ന് വലിച്ച് താഴെ ഇട്ടു. ആൻഡ് ടംബിൾഡ് ഹിം, അല്ല മറിച്ചിട്ടു. ആൻഡ് ഈസ് ആഷ് ബാസ്ക്കറ്റ് ഇൻ ടു ദ ഡിച്ച് ബൈ ദ റോഡിൻ്റെ അരികിൽ കുഴിയുണ്ട്, അങ്ങോട്ടേക്ക് അയാളെ തള്ളിയിട്ടു. ദെൻ ബീറ്റ് ഹിം സൗണ്ട്ലി, നല്ല ഗീർ കൊടുത്തു, നന്നായിട്ട് തല്ലി. ഹേ ലെഫ്റ്റ് ഹിം ഫോർ ഡെഡ്, അതിനെ അവിടെ കിടന്ന് ചാകട്ടെ എന്ന് വെച്ചിട്ട് വെച്ചു പോയി. ദസ് ദ വിക്കഡ് ഓൾഡ് മാൻ ഡൈഡ് ഇൻ ദ മഡ്, അയാൾ അവിടെ കിടന്ന് ചത്തു. അല്ല എന്താ ചെയ്യുക? ബട്ട് ദ കൈൻഡ് ഫ്രണ്ട് ഓഫ് ദ ഡോഗ് ഡ്വെൽറ്റ് ഇൻ പീസ് ആൻഡ് പ്ലെൻറ്റി, പക്ഷേ ആ കൈൻഡ് ഓൾഡ് ഫ്രണ്ട് ഓഫ് ദ ഡോഗ് ഉണ്ടല്ലോ, പട്ടിയുടെ നല്ല ആ ഫ്രണ്ട്, ഡ്വെൽറ്റ് ഇൻ പീസ് ആൻഡ് പ്ലെൻറ്റി, അദ്ദേഹം നല്ല രീതിയിൽ അങ്ങ് ജീവിച്ചു. ഡ്വെൽറ്റ് ഇൻ പീസ് ആൻഡ് പ്ലെൻറ്റി, സമാധാനത്തോടെ ജീവിച്ചു. ആൻഡ് ബോത്ത് ഹീ ആൻഡ് ഹിസ് വൈഫ് ലീവ് ടു എ ഗ്രീൻ ഓൾഡ് ലൈഫ്, അവർ രണ്ടുപേരും, ഹീ ആൻഡ് ഹിസ് വൈഫ്, അദ്ദേഹവും അയാളുടെ ഭാര്യയും, ലീവ് ടു എ ഗ്രീൻ ഓൾഡ് ഏജ്, നല്ല ആരോഗ്യത്തോടെ ആരോഗ്യത്തോടെ ആ പ്രായാധിക്യമുള്ള കാലം കഴിച്ചു കൂട്ടി. ദിസ് സ്റ്റോറി ഈസ് റിട്ടൺ ബൈ വില്യം എലിയട്ട് ഗ്രിഫിസ്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.